മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത പറയാം. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഏതാണ്ട് 15,000 ആളുകളെ പുറത്താക്കാൻ പോവുകയാണ്. 15,000 പേരെ. അതിനകത്ത് ഈ 15,000 പേരിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്, ബ്ലൂ കോളർ ജോബ്സ്, അതായത് വിൻഡോ ക്ലീനർ, സെക്യൂരിറ്റി ജോലി നോക്കുന്നവർ ഒക്കെ ഉണ്ട്. അതും മാത്രമല്ല, ഇത്തിഹാദ് എയർലൈൻസ്, അവരുടെ എയർലൈൻസ് ആണല്ലോ, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്താക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ പട്ടിക UAE സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 1000 പേര് ഇപ്പോൾ പുറത്താക്കി. ഈ സ്വദേശീയവൽക്കരണത്തിൻ്റെ അല്ല ഭാഗമായിട്ടാണോ? അല്ല ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് UAE-യിൽ ജീവിച്ച് ഇറാൻ അനുകൂലമായി നിലപാടെടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആശയപ്രചരണത്തിൽ ഒക്കെ ഇറാൻ അനുകൂലമായ നിലപാടെടുക്കുന്ന ആളുകളെ ഇവർ കണ്ടെത്തി. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവിധ ഭാഷകളിൽ വിവിധ രാജ്യങ്ങളിൽ ഇറാൻ അനുകൂലമായി നിലപാടെടുക്കുകയും UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും അപലപിക്കാതിരിക്കുകയും ചെയ്ത ആളുകളെ കണ്ടെത്തിയിട്ടാണ് നടപടി. അതിൽ 1000 പേരെ ഇപ്പോൾ പുറത്താക്കി. 1000 പേരെന്ന് പറയുമ്പോൾ അത് മുഴുവൻ പാകിസ്ഥാൻകാരാണ്. ബാക്കിയുള്ള 14,000-ൽ സ്വാഭാവികമായും ഇന്ത്യക്കാർ വരും. നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഇരുന്ന് കേരളത്തിലെ എത്രയോ ആളുകളാണിപ്പോൾ സൗദി അറേബ്യയും UAE-യും ഒക്കെ ഇന്നലകൾ വരെ അവരുടെ മാതൃരാജ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ എന്താ നരകം പോലെ കാണണം, വെറുക്കപ്പെട്ട രാജ്യമായി കാണുകയാണ് ചില ഇസ്ലാം നാമധാരികളായ, മുസ്ലിം നാമധാരികളായ കുറേ ആളുകൾ. അവർ പറയുന്നത് ഇറാനാണ് ശരി, ഇറാൻ UAE-യെ അടിച്ചെങ്കിൽ, സൗദിയെ അടിച്ചെങ്കിൽ അത് അവർക്ക് കിട്ടേണ്ടതാണ്, കാരണം അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു, അതുകൊണ്ട് സൗദി അറേബ്യ നശിക്കണം, UAE നശിക്കണം, അറബ് രാജ്യങ്ങൾ നശിക്കണം, ബഹ്റിൻ നശിക്കണം, ഖത്തർ നശിക്കണം എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ നിർലജ്ജം തീറ്റിപ്പൊറ്റിയ രാജ്യത്തെ തള്ളിപ്പറയുന്ന ആളുകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇറാൻ്റെ പാരമ്പര്യമാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. ഇവിടുത്തെ കേരളത്തിൽ ഈ പറയുന്ന ആളുകളെല്ലാം സുന്നികളാണ്. ഷിയ രാജ്യമാണ് ഇറാൻ. അതുപോലും ഷിയകളും സുന്നികളും തമ്മിൽ കണ്ട കൊല്ലാൻ നടക്കുന്നവരാണെന്ന് പോലും മറന്നിട്ട് വിശുദ്ധ നഗരങ്ങളായ, വിശുദ്ധ സ്ഥലങ്ങളായ മക്കയും മദീനയും ഇരിക്കുന്ന സൗദി അറേബ്യ വരെ തള്ളിപ്പറയുന്നു കേരളത്തിലടക്കമുള്ള മുസ്ലിം നാമധാരികൾ. ഇവിടെ കേരളത്തിൽ ഇരുന്ന് പോസ്റ്റിടുന്ന പല മുസ്ലിമുകളുടെയും ബന്ധുക്കൾ ഖത്തറിലും കുവൈറ്റിലും ഒമാനിലും ബഹ്റിനിലും സൗദി അറേബ്യയിലും UAE-യിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. അവിടുന്ന് കിട്ടുന്ന കാശ് മേടിച്ച് തിന്നിട്ടാണ് ഈ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ നിരന്തരം ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട ജോലി അംബാനിക്കെതിരെ പോസ്റ്റ് ഇടുക എന്നുള്ളത്. എന്നിട്ടെന്നറിയോ, ജിയോയുടെ കണക്ഷൻ എടുത്തിട്ടാണ് അംബാനിക്കെതിരെ പോസ്റ്റ് എടുത്തത്. ജൂതന്മാരെ ആക്ഷേപിക്കും, ജൂതന്മാർ കൊള്ളൂല്ല എന്ന് പറയും, ജൂതൻ കണ്ടുപിടിച്ച മൊബൈൽ എടുത്ത് വെച്ചിട്ടാണ്, ജൂതൻ്റെ ഇൻ്റർനെറ്റ് എടുത്ത് വെച്ചിട്ടാണ് എന്ന് പറയുന്നത് പോലെ സൗദി അറേബ്യയുടെയും UAE-യുടെയൊക്കെ പണം വാങ്ങിയിട്ട് അവരെ കുറ്റം പറയുന്നു. ഇത് പണ്ട് ഇവർ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെക്കുറിച്ച് ഇവർ പറഞ്ഞതാണ്. ഹിന്ദുക്കളൊക്കെ വന്നിട്ട് അറബിയുടെ വാങ്ങിച്ച് തിന്നിട്ടാണ് നീയൊക്കെ ഇസ്ലാമിനെതിരെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അന്ന് അറബി നാട്ടിൽ പോയി ഇന്ത്യക്കാരൻ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ, ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ പണിയെടുത്തിട്ടാണ്, എല്ലും മുറിയെ പണിയെടുത്തിട്ടാണ്. UAE-യുടെ ഭരണാധികാരികൾ അടുത്ത കാലത്തും പറഞ്ഞു, ഞങ്ങളുടെ രാജ്യം നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയർ നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. എല്ലാം മണലാരണ്യമായിരുന്ന ഈ രാജ്യം, ഈ ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രം, സമ്പൽ സമൃദ്ധി എന്ന് ആരംഭിക്കുന്നത് എണ്ണ കണ്ടുപിടിച്ചതിന് ശേഷം 10, 40, 50 അല്ലെങ്കിൽ 60 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ അല്ലേ. അതിനു മുമ്പ് വളരെ സാധാരണമായിരുന്ന രാജ്യം എണ്ണ കണ്ടെത്തിയതിന് ശേഷമാണ് വലിയ ധനമുള്ള രാജ്യമായി മാറിയത്. എന്നിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവിടെ എത്തിയ ആളുകൾ അവരുടെ ചോരയും വിയർപ്പും കൊടുത്ത് പടുത്തുയർത്തിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന UAE-യും റിയാദും ഒമാനും എല്ലാം അല്ലേ. അതെ, നമ്മുടെ അധ്വാനമാണ്. ആ അധ്വാനത്തിന് പ്രതിഫലം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള ആളുകൾക്ക്, ക്രൈസ്തവരും ഹിന്ദുക്കളും ഒക്കെ ആയ ആളുകൾക്ക് അത് രണ്ടാം വീടാണ് ഈ രാജ്യമെന്ന് പറയുന്നുണ്ട്. ഇന്നലെ വരെ കുറ്റം പറഞ്ഞിരുന്നവരുണ്ടല്ലോ, ഇപ്പം പറയുകയാണ് അവന്മാർ ശരിയല്ല. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞു, അത് ഈ സൗദിയിലെ രാജാക്കന്മാരുണ്ടല്ലോ, MBS ഉൾപ്പെടെ, അവരൊക്കെ ജൂതന്മാരാണ്, അവരൊക്കെ ഇസ്ലാം വേഷധാരികളായിട്ടുള്ള ജൂതന്മാരാണ്. എന്നിട്ട് പറയുന്നത് ഇവിടെ ഈ MBS-ൻ്റെയൊക്കെ കുടുംബം ഇരിക്കുന്ന സ്ഥലം, കുടുംബം ഇരിക്കുന്ന ഗ്രാമം എന്ന് പറയുന്നത് പണ്ടൊരു ജൂത കോളനിയായിരുന്നു.
അവിടെ നിന്ന് കൺവെർട്ട് ചെയ്ത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലെ സൗദി അറേബ്യയിലെ MBSനെ പോലെയുള്ള ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇസ്ലാമിന് പുതിയ ഭാഷ്യം നൽകി ലോകത്തിൻ്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ഇസ്ലാമിൻ്റെ കവാടങ്ങൾ മാനവികതയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAE ഒക്കെ. ആ രാജ്യത്തുള്ള ഭരണാധികാരികളെ വരെ ഇന്നിവർ കുറ്റം പറയുന്നു. കാരണം ഇവർക്ക് ഇവിടെ അവരുപേക്ഷിച്ച ചാക്ക് ഇട്ടെടുത്ത് അണിയിച്ച് പെണ്ണുങ്ങളെ പഴുക്കാൻ വെക്കുന്നത് പോലെ കൊണ്ട് ഈ നട്ടപ്പുറ വെയിലത്ത് ഞാൻ ഈ വഴിയിലൊക്കെ കാണുന്നുണ്ട്. പാവം സ്ത്രീകൾ കറുത്ത വസ്ത്രം ധരിച്ച് ഈ 40 ഡിഗ്രി അവിടുത്തെ ചൂടല്ല, കേരളത്തിലെ ചൂടാണ്. 40 ഡിഗ്രി ചൂടിൽ നടന്നു പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം വരും. വെന്തുരുകുകയാണ്. മണലാരണ്യത്തിൽ ജീവിക്കാൻ വേണ്ടി അറബി നാട്ടിലുണ്ടാക്കിയ വേഷം ഇന്ന് സൗദി അറേബ്യയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ വലിച്ചെറിഞ്ഞപ്പോൾ അത് വാങ്ങിച്ചിട്ടിട്ട് ഞങ്ങളാണ് അവരെക്കാളും വലിയ ഇസ്ലാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളെ തള്ളിപ്പറയുന്നത്. നമുക്കൊന്നും ഒരിക്കലും UAEയും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ ഒരിക്കലും നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വരുമാനത്തിൻ്റെ നല്ല പങ്ക് അവിടെ നിന്ന് നമ്മുടെ ആളുകൾ പണിയെടുത്തുണ്ടാക്കുന്നതാണ്. ഏതാണ്ട് മിഡിൽ ഈസ്റ്റിൽ 10 ലക്ഷം പേരുണ്ട് ജോലി ചെയ്യുന്നത്. UAE തന്നെ 4.7 മില്യൺ ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത്. മലയാളി പല സ്ഥലത്തും ചെന്നാൽ ദുബായിലൊക്കെ ഇറങ്ങി നടന്ന മലയാളിയെ വിട്ടാതെ നടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കെങ്ങനെ ഈ രാജ്യങ്ങളെ തള്ളിപ്പറയാൻ പറ്റും? അത് മാത്രമല്ല, നമ്മുടെ രാജ്യവുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കിയിരിക്കുകയാണ്. വലിയ ബന്ധമുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ UAEയും സൗദി അറേബ്യയും തമ്മിൽ ചില ആശയപരമായും സൈനികപരമായും ഭൂമിശാസ്ത്രപരവുമായ പ്രശ്നങ്ങളുണ്ട്. സെക്കോത്ര ദ്വീപുമായിട്ട് ബന്ധ പ്രശ്നം, യമനിലെ പ്രശ്നം ഒക്കെ UAEയും സൗദി അറേബ്യയും തമ്മിൽ പ്രശ്നമാണ്. പക്ഷേ ഈ 2 രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കൊരു അസ്വാരസ്യം ഉണ്ടാവേണ്ട വിഷയം ഉണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യ പാകിസ്ഥാനുമായി സൈനിക കരാറുണ്ടാക്കി. പക്ഷേ അപ്പോൾ പോലും MBSുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. നരേന്ദ്രമോദിയെ അവർ രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകി ആ രാജ്യം ആദരിക്കുന്നു. MBZ ആണെങ്കിൽ, നഖിയാനാണെങ്കിൽ അവിടെ നിന്ന് മോദിയെ കണ്ട് എന്തോ ഒരു രഹസ്യം പറയാൻ, അരമണിക്കൂർ രഹസ്യം പറയാൻ വേണ്ടി 7 മണിക്കൂർ യാത്ര ചെയ്ത് ഇന്ത്യയിൽ വരുന്നു. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമയം. അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങൾ നമുക്ക് വളരെ നല്ലതാണ്. അപ്പം ഇപ്പം ആളുകളെ ഈ ബന്ധം വഷളാകുന്നതിന് പല കാരണങ്ങളുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരുടെ വേഷം വഹിക്കുകയാണ്. പക്ഷേ UAE പറയുന്നത് ഈ മധ്യസ്ഥൻ നിഷ്പക്ഷനായിരിക്കണം. ഈ മധ്യസ്ഥൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മധ്യസ്ഥത നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെയും UAEക്ക് നേരെ ആക്രമണം നടത്തി. അങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ശരിയല്ല. നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് പറയാതെ മധ്യസ്ഥൻ സൈഡ് പിടിക്കുകയാണ്. ആരുടെ? ഇറാൻ്റെ പക്ഷം പിടിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് UAE പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു 3.5 ബില്യൺ ലോൺ കൊടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ മാസം 7-ാം തീയതി, 17-ാം തീയതി, 21-ാം തീയതി, 23-ാം തീയതി ആയിട്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ കുത്തിന് പിടിച്ച് ഇപ്പം മേടിച്ചു. $3.5 ബില്യൺ കുത്തിന് പിടിച്ച് വാങ്ങിച്ചു. അങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുമായി UAE കൂടുതൽ അടുക്കാൻ ശ്രമിക്കാനുള്ള ഒരു കാരണം പാകിസ്ഥാനുമായിട്ട് ആയുധമുള്ള പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ ഒരു കരാറുണ്ടാക്കിയപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്ന് UAE തീരുമാനിച്ചു. മാത്രമല്ല, പാകിസ്ഥാന് ഇഷ്ടക്കേടുണ്ട്. കാശ്മീർ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ആർട്ടിക്കിൾ 370 നമ്മൾ സ്ക്രാപ്പ് ചെയ്തപ്പോൾ UAE ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്ത്. MBSും അതെ. UAE പക്ഷേ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് പാകിസ്ഥാനിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയാണ് അത് തീരുമാനിക്കേണ്ടത്, ഇന്ത്യക്കാണ് അവിടെ സേ ഉള്ളതെന്ന് UAE പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ സുഡാപ്പികൾക്ക് നയിക്കുന്ന കാര്യമല്ല. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കാരണം അത് പറഞ്ഞാൽ ഇവിടുത്തെ അവരുടെ ഈ ഇമ്രാൻ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുമോ എന്നുള്ള ഒരു നൊമ്പരം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. ഏതായാലും ഇപ്പോൾ പുതിയ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, പാകിസ്ഥാനികൾക്ക് വിസ നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇറാനുമായിട്ടുള്ള ഈ സംഘർഷത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്ത ഒരാളും തങ്ങളുടെ രാജ്യത്തിന് വേണ്ട എന്ന നിലപാടെടുക്കുകയാണ്. നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് UAE. ഇതിൻ്റെ ഭാഗമായി എനിക്ക് സ്ഥിരീകരിക്കാനാവാത്തതല്ല, എനിക്കതിൻ്റെ സോഴ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട്. ഒഫീഷ്യലി കൺഫേംഡ് അല്ല, ഒഫീഷ്യലി അത് പറഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഇങ്ങനെയുള്ള ഈ യുദ്ധത്തിൽ UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് എതിരായ നിലപാടെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് UAE ചോദിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ കുറേ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിലും
ഈ ഇന്ത്യക്കും യു എക്കും എതിരെ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾക്ക് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടുള്ള യു എയിൽ കഴിയുന്ന ആളുകളുടെ വിവരങ്ങൾ ഇന്ത്യയും കൈമാറിയിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 15,000 ആളുകളെ പുറത്താക്കാൻ യു എ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സംശയം എന്ന് വെച്ചാൽ ഈ പിന്തുണയ്ക്കുന്നതെല്ലാം ഷിയ രാജ്യത്തിനെയല്ലേ, ബാക്കിയുള്ളതെല്ലാം സുന്നി രാജ്യങ്ങളല്ലേ, ഈ പിന്തുണയ്ക്കുന്നവർ സുന്നികളല്ലേ? അതെ, അതിലിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അവർ സുന്നിയാണെന്നുള്ള ആ ഐഡൻറ്റിറ്റി പോലും കളഞ്ഞിട്ട് സുന്നി രാജ്യങ്ങളെ മക്കയും മദീനയിലിരിക്കുന്ന സൗദി അറേബ്യയ്ക്കിട്ട് ഇറാൻ ചാമ്പുമ്പോൾ ഇവിടുന്ന് കൈയടിക്കുകയാണ് സുന്നികൾ. ഷിയ വിശുദ്ധ സ്ഥലങ്ങളെ ആക്രമിക്കുമ്പോൾ, അതിരിക്കുന്ന രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ശരിയായ സുന്നിയായ ഒരു മുസ്ലിമിൻ്റെ ചങ്ക് പൊട്ടണ്ടല്ലേ. അതെ, അവനിപ്പോൾ സന്തോഷമാണ്, അടിച്ച് പൊളിക്കട്ടെ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറയുന്ന ഇറാൻ്റെ ലൈനാണ്. ഇപ്പോൾ സൗദി അറേബ്യയും യു എ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധത്തിൽ അബ്രഹാം അക്കോർഡ് അവർ ഒപ്പുവെച്ചതിൻ്റെ പേരിലാണല്ലോ മറ്റേ ഇസ്രയേലിലേക്ക് കയറി ഹമാസിൻ്റെ ആക്രമണം നടത്തി. അത് അലസിപ്പിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ട്രംപ് വന്നപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലിനോട് ശത്രുതയില്ലാത്തൊരു മനോഭാവം എടുക്കുന്നത് സഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നീയും മുടിഞ്ഞു പോയി, നിന്നെ നശിപ്പിക്കണം, ഞങ്ങളെല്ലാം കൂടെ ഷിയ അയക്കാമെന്ന് ഇവിടുത്തെ സുന്നികൾ തീരുമാനിച്ചതുപോലെയുണ്ട്. ഏതായാലും 15,000 ആളുകളെ അവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള നമ്മുടെ നെഞ്ചിലൊരു ഇടി വെട്ടും, വെള്ളടി വെട്ടും. അതിനകത്ത് ഉറപ്പായും 15,000 പേരെയൊക്കെ അവിടെ ഇറാൻ അനുകൂലമായ നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലൂടെ നോക്കിയിട്ട് കണ്ടെത്തി പുറത്താക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കുറേ സഹോദരങ്ങളിലും വരും. പക്ഷേ അവർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, ഇറാനിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇറാനിൽ പോയി മിസൈൽ അയച്ച് ശിഷ്ടകാലം കഴിയാം. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്നു. ഇത് പക്ഷേ ഇന്നലെ 1000 പേരെ ഡീപ്പോർട്ട് ചെയ്തു, പലരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വിമാനത്തിൽ കയറ്റി അയക്കുകയായിരുന്നു. ഇനി പാകിസ്ഥാനിൽ നിന്ന് ആർക്കും വിസ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 14,000 പേർ ആരൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. നമുക്കത് കാത്തിരിക്കാം. ഏതായാലും മറ്റ് മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്യണേ.